ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടക്കുന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് OAയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പഴയ റാങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റാറ്റസും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലാബോറട്ടറി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 447/2023 ജില്ലാതലത്തിലുള്ള എക്സാമാണ്. ഇതിന് ഓരോ ജില്ലയിലെയും എത്ര വേക്കൻസി നിലവിലുണ്ട്, അതുപോലെ തന്നെ പഴയ റാങ്ക് ലിസ്റ്റിലെ സ്റ്റാറ്റസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം, സെക്രട്ടേറിയറ്റ് OAയുടെ കൺഫർമേഷൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായപ്പോൾ തന്നെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നവംബർ 1, 2023 നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ അയക്കാത്ത പല ആൾക്കാരുടെയും മെസ്സേജ് ഇന്നലെ കാണാനിടയായി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാബോറട്ടറി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 447/2023 പ്രിലിമിനറി എക്സാം ഡിസംബറോട് കൂടി കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, മെയിൻ എക്സാം 2025 മാർച്ച് മുതൽ മെയ് വരെ ഉള്ളിൽ കാണുമെന്നാണ് PSC പറയുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലെയും വേക്കൻസിയും ആപ്ലിക്കൻറ്റും എത്രയാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 86,572 ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ 11 വേക്കൻസി നിലവിലുണ്ട്. കൊല്ലത്ത് എത്ര ആപ്ലിക്കൻ്റ് ഉണ്ടെന്നുള്ള കാര്യം സൈറ്റിൽ അപ്ലോഡ് ആയിട്ടില്ല. അവിടെ 8 വേക്കൻസി നിലവിലുണ്ട്. പത്തനംതിട്ടയിലും ആപ്ലിക്കൻറ്റിൻ്റെ കാര്യം അറിയില്ല. 5 വേക്കൻസിയാണ് പത്തനംതിട്ട ഉള്ളത്. ആലപ്പുഴയിലും ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അവിടെ 3 വേക്കൻസിയാണ് ഉള്ളത്. കോട്ടയത്ത് ആപ്ലിക്കൻറ്റിൻ്റെ കാര്യം സൈറ്റിൽ വന്നിട്ടില്ല. അവിടെ 1 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഇടുക്കിയിലും ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അവിടെ വേക്കൻസി ഇതുവരെ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളത്തും ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അവിടെ 17 വേക്കൻസിയാണ് നിലവിലുള്ളത്. തൃശ്ശൂർ 34,236 ആപ്ലിക്കൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ വേക്കൻസി 8 വേക്കൻസി നിലവിലുണ്ട്. പാലക്കാട് ആപ്ലിക്കൻറ്റിൻ്റെ കാര്യം സൈറ്റിൽ അപ്ലോഡ് ആയിട്ടില്ല. വേക്കൻസി 4 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറത്ത് 45,556 ആപ്ലിക്കൻ്റാണ് ഉള്ളത്. വേക്കൻസി 5 എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് 46,633 ആപ്ലിക്കൻ്റാണ് ഉള്ളത്. 15 വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട് 15,686 ആപ്ലിക്കൻ്റാണ് ഉള്ളത്. 2 വേക്കൻസി അവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ 32,363 ആപ്ലിക്കൻ്റാണ് ഉള്ളത്. അവിടെ വേക്കൻസി 8 എണ്ണം റിപ്പോർട്ടായിട്ടുണ്ട്. കാസർഗോഡ് 19,106 ആപ്ലിക്കൻ്റാണുള്ളത്. വേക്കൻസി 5 എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, അതിനും റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ആപ്ലിക്കൻ്റ് കൺഫർമേഷൻ കൊടുക്കുന്നതോടെ കഴിയുമ്പോഴത്തേന് ഇതിലും താഴാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽസും. ഇപ്പോഴും ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ് 17 വേക്കൻസി, പിന്നെ തിരുവനന്തപുരം 11 വേക്കൻസി, കോഴിക്കോട് 15 വേക്കൻസി. നിലവിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ലിസ്റ്റ് ക്യാൻസലായിട്ടുണ്ട്. അത് 3 വർഷം കഴിഞ്ഞിട്ടാണ് അത് ലിസ്റ്റ് ക്യാൻസലായത്. അതിൻ്റെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് എത്രയാണ്, റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, OC എത്ര പോയിട്ടുണ്ട്, ടോട്ടൽ എത്ര അഡ്വൈസാണ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് കട്ട് ഓഫ് 85.67 ആയിരുന്നു. അവിടെ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൻ്റെ കാര്യമാണ് 189 പേരാണ് ഉണ്ടായിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 122ാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട്. അവിടെ ടോട്ടൽ അഡ്വൈസ് 88. കൊല്ലം 83.67 കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 200 പേരുണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ 111ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 69 അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 79.33 ആയിരുന്നു കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ 100 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ 18ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 16 അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത്. ആലപ്പുഴയിൽ 72.67 ആയിരുന്നു കട്ട് ഓഫ്. 150 പേരുടെ മെയിൻ ലിസ്റ്റാണ് അവിടെ ഇട്ടുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 59ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അവിടെ 39 പേർക്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ. കോട്ടയത്ത് 82.33 ആയിരുന്നു കട്ട് ഓഫ്. 149 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 11ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 10 അഡ്വൈസ് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. ഇടുക്കിയിൽ 72.33 ആയിരുന്നു കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 101 പേരാണ് ഉണ്ടായിരുന്നത്. അവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ 65ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 32 അഡ്വൈസ് പോയിട്ടുണ്ട്. എറണാകുളത്ത് 82.33 ആയിരുന്നു കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ 192 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ 104ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 70 അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത്. തൃശ്ശൂർ 76 ആയിരുന്നു കട്ട് ഓഫ്. 205 ആൾക്കാരുടെ മെയിൻ ലിസ്റ്റാണ് അവിടെ ഇട്ടിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 142ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 86 അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. പാലക്കാട് 84 ആയിരുന്നു കട്ട് ഓഫ്.
199 പേരുടെ മെയിൻ ലിസ്റ്റായിരുന്നു ഇട്ടിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 95-ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 85 അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. മലപ്പുറത്ത് 76 കട്ട് ഓഫ്. 198 പേരുടെ മെയിൻ ലിസ്റ്റാണ് അവിടെ ഇട്ടിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 130-ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 88 അഡ്വൈസ് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. കോഴിക്കോട് 83 കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ 187 പേരുണ്ടായിരുന്നു. 69-ാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അവിടെ 61 അഡ്വൈസ് പോയിട്ടുണ്ട്. വയനാട് 70.67 കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ 102 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ 31-ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 28 അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. കണ്ണൂർ 83.67 കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ 198 പേര് മെയിൻ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഓപ്പൺ കോമ്പറ്റീഷനിൽ 81-ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 67 അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത്. കാസർഗോഡ് 79 കട്ട് ഓഫ്. റാങ്ക് ലിസ്റ്റിൽ 151 പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 63-ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 49 അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഇതിൻ്റെ ആനുപാതികമായിട്ട് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജില്ലയിൽ പോലും 100 കൂടുതൽ അഡ്വൈസ് പോയിട്ടില്ല. അപ്പോഴേ ഈ വരുന്ന ലിസ്റ്റും ഏകദേശം ഇത്രയും തന്നെയൊക്കെ ആയിരിക്കും. ഇത്രയും ഇടുമോ, ഇത്രയും മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ ഇടുമോ എന്ന് പോലും സംശയമാണ്. കാരണം ടോട്ടൽ അഡ്വൈസ് 100 കൂടുതൽ പോയിട്ടില്ല. അപ്പോഴേ ഇനി വരുന്ന ലിസ്റ്റ് നല്ലതുപോലെ ചുരുങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഏകദേശം 200-250 പേര് കൂടുതലൊന്നും മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റോട് ചേർത്ത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.